നമസ്കാരം. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചനാണ്. യുഎഇയിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗിന്നസ് ബുക്കിൽ എന്താണ് ഇടം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഫസ്റ്റിൽ കിട്ടാൻ പോകുന്ന ആൾ നമ്മുടെ ചാക്കോച്ചനാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു ഈവൻറ്റും ഇവിടെ ഇല്ല. അതാണ് സത്യം. ശരിയല്ലേ? ശരിയാണ്. ഇങ്ങനൊരു സത്യം പറയുമ്പോഴും ചാക്കോച്ചൻ ശരിക്കും ഏത് വർഷമാണ് ഗൾഫിലേക്ക് എത്തുന്നത്? ഞാൻ നാട് വിടുന്നത് 1977 ഒക്ടോബർ 2 ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ബോംബെയിൽ പോയി. ബോംബെയിൽ നമ്മൾ ഒരു 3 കൊല്ലം നിന്ന് 81 മാർച്ച് 13 ദുബായിലെത്തുന്നത്. ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 വർഷം ബോംബെയിൽ പല ജോലികളായിട്ട് ജോലിയും ചെയ്തോടെ ജോലി കണ്ട് പിന്നെ അവിടെ 17 വയസ്സിൽ ഞാൻ ബോംബെയിലെത്തി. അത് ശരി. അവിടെ നിന്ന് വോൾട്ടാസിൽ ജോലി ചെയ്തു. പിന്നെ ചെറിയ ലേബർ ഇതായിട്ട് 2-3 ടെക്സ്റ്റൈൽ ഇതിൽ ജോലി ചെയ്തു. പിന്നെ ലാസ്റ്റ് ജോലി ചെയ്തത് സെൻറ്റോർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുബായിൽ നിന്നൊക്കെ പോകുന്നവർക്ക് എയർ ഇന്ത്യയുടെ സബ്സിഡി ഹോട്ടലാണ്. നമ്മളിപ്പോൾ അന്ന് തിരുവനന്തപുരത്തേക്കോ കൊച്ചിക്ക് ഫ്ലൈറ്റിലില്ല. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ബോംബെയിൽ ഇറങ്ങി ബോംബെയിൽ നിന്ന് സെൻറ്റോർ ഹോട്ടലിൽ താമസിച്ച് അവർ അക്കോമഡേഷൻ അവിടെ കൊടുത്ത് കണക്ഷൻ ഫ്ലൈറ്റ് കൊച്ചിക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്കോ അന്ന് അങ്ങനെയാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ആ ഹോട്ടലിൽ ഒരു 1.5-2 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നാണ് ലാസ്റ്റ് ദുബായിൽ വരുന്നത്. ദുബായിൽ എൻ്റെ കൂട്ടുകാരൻ ജോസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഗോഡ് ഫാദറായിട്ട് കാണുന്ന ആളാണ് ജോസ്. ഞങ്ങളൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. ആദ്യം രാമശേട്ടൻ വന്നു, പിന്നെ പിതാംബരം വന്നു, പിതാംബരം കാർത്തികനെ കൊണ്ടുവന്നു, കാർത്തികൻ ജോസിനെ കൊണ്ടുവന്നു, ജോസ് ചാക്കോനെ കൊണ്ടുവന്നു. അതാണ് ഞങ്ങളുടെ അതെല്ലാം ഉമൽ കോയിൻ ഷെയ്ഖിൻ്റെ പാലസിൽ, ഷെയ്ഖ് സുൽത്താൻ്റെ പാലസിൽ, ഷെയ്ഖ് സൗദിൻ്റെ അനിയൻ എന്ന് തോന്നുന്നു, ഇപ്പോഴത്തെ റൂളറുടെ അനിയൻ ഷെയ്ഖ് സുൽത്താൻ്റെ പാലസിലായിരുന്നു ഇവരൊക്കെ ജോലി ചെയ്തിരുന്നത്. എൻ്റെ കൂട്ടുകാരൻ അവിടെ എഞ്ചിനീയറിങ് മറ്റേ കൺസ്ട്രക്ഷൻ സൈറ്റിലും മറ്റുള്ളവർ പല ഇതിലായിട്ടുള്ള ജോലികളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രീ വിസ കിട്ടി. നമ്മൾ 91 മാർച്ച് 13 കാലത്ത് ദുബായിൽ ഇറങ്ങി. അങ്ങനെയാണ് ദുബായിലത്തെ വരവ്. ദുബൈയിൽ വന്ന് ഇപ്പോൾ ഈ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ആദ്യമായിട്ട് ഏത് ജോലിയിലേക്ക് പോകാം? ഷെയ്ഖ് പാലസിൻ്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ. ഫലാജൽ മുല്ലയിലത്തെ ഗസ്റ്റ് ഹൗസിൽ. ഫലാജൽ മുല്ല ഗസ്റ്റ് പോയിട്ടുണ്ടോ? ഫലാജൽ മുല്ലയിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ ഷെയ്ഖ് അന്ന് വ്യാഴാഴ്ച രാത്രി വരും, വെള്ളിയാഴ്ച രാത്രി പോവും. ആ വരുമ്പോൾ ഷെയ്ഖിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് അന്ന് നമ്മളെ ജോലി. ഷെയ്ഖിന് ചായ കൊടുക്കുക, കാപ്പി കൊടുക്കുക, അങ്ങനെയുള്ള ആ ഒരു ചെറിയൊരു ജോലിയിലാണ് നമ്മളന്ന് പ്രവേശിച്ചത്. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ വിസ തരുന്നതുകൊണ്ട് കുറച്ചാൾ നിൽക്കുക, ഒരു 3 മാസം കഴിയുമ്പോൾ അവിടുന്ന് പോവുക എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നതും നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണ് ജോസ് പോകുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ വന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പറയില്ലേ, നമ്മൾ ഈ സിറ്റി ലൈഫിൽ ജീവിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു റിമോട്ട് ഏരിയ ഫലജന്മിൽ അന്ന് ഇലക്ട്രിസിറ്റി കൂടി, ലൈറ്റ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അന്നത്തെ ആ സാഹചര്യമാണ്. ഉമ്മൽക്കോൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഉമ്മൽക്കോൻ നത്തിങ് ഒരു നല്ലൊരു ബിൽഡിംഗ് അന്ന് 84 ഞാൻ വരുമ്പില്ല ഉമ്മൽക്കോൻ. ഇന്ന് ഉമ്മൽക്കോൻ കണ്ട പേടിയാവും. അത്രയും ഡെവലപ്പായി. അന്നത്തെ ഉമ്മൽക്കോനായ എൻ്റെ ഒരു 100 ഇരട്ടിയാണ് ഇന്നത്തെ ഉമ്മൽക്കോയിൻ്റെ ഡെവലപ്മെൻറ്റ്. അങ്ങനെ അവിടെ ഒരു 3 മാസം കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഓഗസ്റ്റ് ഇതോടുകൂടി ഞങ്ങൾ ദുബായിക്ക് പോയി. ദുബായിൽ നമ്മുടെ ഒരു അങ്കിളിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ച് ജോലിക്കുള്ള ട്രൈ ചെയ്യണം. അങ്ങനെ പലയിടത്തും ട്രൈ ചെയ്തു. ലാസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ബാറിലിരിക്കുമ്പോൾ അവിടെ ബാറിലെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അതിൻ്റെ മാനേജറാണ്. അപ്പോൾ അവിടെ വന്നിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വേണ്ടി തന്നെ ഇരുത്തി. അവിടെ ഇപ്പോൾ ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ അവിടെ വെച്ച് കണ്ടു, ഇന്ന സ്ഥലത്ത് ഒരു ഓഫീസ് ബോയുടെ വേക്കൻസി ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യണം പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവിടെ പോയി. അവിടെ കണ്ട് ആൾ പറഞ്ഞു, ജോസ് എന്നാണ് ആളുടെ പേര്, അതും ജോസ് തന്നെ. അങ്ങനെ ജോസിൻ്റെ ഇതിൽ ഞാൻ സലീം എന്ന സലീം, നിങ്ങൾ സലീമിനെ കേട്ടിട്ടുണ്ടാവും. ദുബായിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ മാൾബ്രോ സലീം എന്ന ആളെ പറയാം. ടുക്സുഡോ നമ്മുടെ ഷാർജ എയർപോർട്ടിൻ്റെ ഡ്യൂട്ടി ഫ്രീയുടെ മാനേജറായിരുന്നു ഞാനും. അങ്ങനെ എനിക്കൊരു ചെറിയതായിട്ട് കാഡക്സിനെ പറ്റി അറിയായിരുന്നു, സ്റ്റോക്ക് കൺട്രോളറിനെ പറ്റി ചെറിയൊരു വിവരം. ഓഫീസ് ബോയ്ക്ക് എന്ന ആൾക്ക് ജോലി കിട്ടിയത് സ്റ്റോക്ക് കൺട്രോളറായിട്ട്, ഒരു കാഡക്സ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇൻ ഔട്ട് ചെയ്യുക. ഇപ്പം 100 പീസ് വന്നു, വിൽക്കുമ്പോൾ അത് കുറച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ കാഡക്സിൻ്റെ ഒരു മെത്തേഡ്. അത് ഞാൻ പണ്ട് ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു സ്പെയർ പാർട്സിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ ആ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ സലീമിൻ്റെ രണ്ടാമത്തെ ഗോഡ് ഫാദർ സലീമാണ്. ദുബായിൽ വന്നൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അന്നത്തെ 81 ഒക്ടോബറിലാണെന്നാണ് ഞാൻ ജോയിൻ ചെയ്യണത്. 1400 ശമ്പളത്തിനാണ്
ആളെ അന്ന് അപ്പൊ അത് അത്യാവശ്യം നല്ല ശമ്പളമാണത്. 1400 ശമ്പളം എന്ന് പറഞ്ഞാൽ 2000 രൂപ 2500 രൂപയായി ഇന്ത്യൻ റുപ്പീസ്. അപ്പൊ ആ റേഷ്യോ എത്രയാണ്? 500 രൂപയാണ് അന്നത്തെ റേറ്റ്. ഓ അത് ആ ശരി. നിങ്ങൾ ഞാൻ ആദ്യത്തെ ഡ്രാഫ്റ്റ് എടുത്തത് 500 സംതിങ് ആണ്. ഓ. അന്ന് ഷെയ്ഖിൻ്റെ അവിടെ നിൽക്കുമ്പോൾ 600 രൂപ തന്നെ. 600 രൂപ തന്നിട്ട് 515 500 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് എടുക്കുന്നത്. അന്നത്തെ അന്ന് 2 രൂപയുടെ കൺവേർഷനാണ്. ഒരു ദിറംസിന് 2 രൂപയേ ഉള്ളൂ. അത്രയും വാല്യൂ ഉണ്ടായിരുന്നു. അന്ന് ഒരു സെന്റ് സ്ഥലത്തിന് 300 400 രൂപയേ ഉള്ളൂ. അതെ, സ്വർണ്ണത്തിന് സ്വർണത്തിന് 500 600 അത്രേ ഉള്ളൂ. 30 രൂപ കണ്ടാണ് ഗ്രാമിന് തോന്നുന്നു. ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിച്ചു കൊടുത്തത് ആകെ 25 പവൻ അന്ന് വാങ്ങിച്ചത്. ചുരുങ്ങിയത് എനിക്കാണ് 2 ലക്ഷം 3 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ റേഷ്യോ ഞാൻ വന്ന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് 512 രൂപ, അത് കഴിഞ്ഞിട്ട് 480 500 രൂപ റേറ്റിൽ കുറേ നാളുകൾ നിന്നു. പിന്നെയാണ് അതിൻ്റെ ഡിപ്രിസിയേഷൻ വന്ന് ഒരു വാല്യൂ കുറഞ്ഞ് പിന്നെ ഇപ്പം ഈ 40 രൂപ 39 രൂപയ്ക്ക് 1000 രൂപയായി. ആ റേഞ്ചിലോട്ട് മാറി. അപ്പോൾ ഈ 40 കൊല്ലം കൊണ്ട് 45 കൊല്ലം കൊണ്ട് ഇത്രയും വ്യത്യാസങ്ങൾ വന്നു ഇന്ത്യൻ അപ്പം റുപ്പീസ്. ആ ഒരു വ്യത്യാസം വരുമ്പോൾ അന്നത്തെ വാല്യൂവും ഇന്നത്തെ വാല്യൂ എങ്ങനെ കമ്പയർ ചെയ്യുന്നു? അന്ന് നമുക്ക് 10 രൂപ കൊണ്ട് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ പോയ സാധനങ്ങൾ വണ്ടിക്ക് കൊണ്ടുവരാം. ഇന്ന് 1000 രൂപ കൊടുത്ത വല്ല വെജിറ്റബിൾ കിട്ടും. അതാണ് വ്യത്യാസം. സ്ഥലങ്ങളുടെ വില കൂടുകയും മറ്റുള്ള സാധനങ്ങൾ ഇപ്പോൾ അന്ന് പെട്രോളിന് ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ 7 രൂപ 6 രൂപയാണ്. ഞങ്ങൾ ദുബായിൽ നിന്ന് പോകുമ്പോൾ ഫുൾ ടൈം വണ്ടി എടുത്ത് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഇതാണ്. ഇപ്പം ഇന്നൊരു പെട്രോളിന് കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങൾക്കും. ഇന്നിപ്പോൾ ടാക്സിക്ക് എത്ര ചാർജ്. അപ്പോൾ അന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് സമൃദ്ധിയായിട്ട് ജീവിക്കാൻ പറ്റും. എത്ര ക്യാഷ് കിട്ടിയാലും നമുക്ക് ആ സമയത്ത് അത്ര അല്ല, നമുക്ക് 500 രൂപ കിട്ടിയോണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചില്ല അവിടെ. അപ്പനന്ന് ചെറിയൊരു ജോലി ഉണ്ട്, എന്നാലും നമ്മളില്ലാണ്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു 5 കൊല്ലം സലീമിൻ്റെ കൂടെ ജോലി ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 84 ഞാൻ ലൈസൻസ് എടുത്തു. അപ്പോൾ സലീം സെയിൽസിലേക്ക് വിട്ടു. സെയിൽസിലേക്ക് വിട്ടപ്പോൾ കമ്മീഷനും ശമ്പളം ഒക്കെ കൂടി. അതിന് കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോൾ വേറെ ജോലി ട്രൈ ചെയ്തു. അങ്ങനെ ജില്ലറ്റിൽ കയറി 87 ജില്ലറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. ജില്ലറ്റിനെ അറിയില്ലേ? ഇവിടെ ജില്ലറ്റ് അഷ്റഫ് ആൻഡ് പാർട്ട്നേഴ്സ്. അവിടെ 10 കൊല്ലം ജോലി ചെയ്തു. 10 കൊല്ലം കഴിഞ്ഞ് 96 സാറ ഗ്രൂപ്പിൽ സൂപ്പർവൈസറായിട്ട് കയറി. അവിടെ നിന്ന് ഇപ്പോൾ 30ാമത്തെ കൊല്ലമാണ് ഞാൻ സാറ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത്. അതിലിപ്പം സീനിയർ അല്ല, ഇപ്പം സെയിൽസ് മാനേജറായിട്ട്, അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണു. 30 കൊല്ലമായിട്ട് ഒരേ കമ്പനി. അതൊരു ഭയങ്കരമാണ്. അപ്പോൾ അതാണ് ജോലിയുടെ ഒരു പാറ്റേൺ അന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ഇത്രയും വർഷം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിൽ ഓരോ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. എങ്ങനെയാണ് ഓരോന്നിലേക്കും അച്ചീവ് ചെയ്തത്? ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കി നാട്ടിൽ പോകണം എന്നാണ് അന്നത്തെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അന്ന് 5 ലക്ഷം രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചുരുങ്ങിയത് 1 ലക്ഷം രൂപയ്ക്ക് ഏതാണ്ട് 50,000 ദിർഹംസ് ഉണ്ടെങ്കിലാണ് 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എത്ര കൊല്ലം നമ്മൾ ജോലി ചെയ്താലും അതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൊച്ചു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 86 ഞങ്ങൾ 500 രൂപ വെച്ചിട്ട് മാറ്റി വെച്ച് ഞങ്ങളൊരു 20 പേര് കൂടി ഒരു കുറി, അങ്ങനെ ഒരു സേവിങ്സ്, അങ്ങനെ നമ്മൾ ചില ഇത് ചെയ്തു. കുറികളൊക്കെ അന്ന് വാറ് വന്നപ്പോൾ ഇതെല്ലാം പൊട്ടി. നമ്മൾ കുവൈറ്റ് ഇൻവേഡ് ചെയ്തല്ലോ ഇറാഖ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ചങ്ങാതി കുറികളും കാര്യങ്ങളൊക്കെ പലരും അതുമായിട്ട് പോയവരും അടക്കം തിരിച്ചടക്കാൻ പറ്റാനും ഒക്കെ അതിങ്ങനെ ഇതായി. അപ്പോൾ നമ്മൾ കുറച്ച് ബാധ്യതകളൊക്കെ ആ സമയത്ത് നമുക്കുണ്ടായിരുന്നു. നമുക്ക് കാശ് പിരിച്ചിട്ട് നമ്മൾ കാശ് കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ 93 ഞങ്ങളൊരു സ്റ്റുഡിയോ തുടങ്ങി ഷാർജ. അന്ന് കൊടാക്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടും. നമ്മുടെ അന്ന് മെഷീൻ ഉണ്ട്, നാട്ടിൽ നിന്ന് മെഷീൻ ഉണ്ട് പ്രിന്റ് എടുക്കാനുള്ള. 93 നമ്മുടെ ഷാർജ റോളയിൽ ജ്യൂസ് വേൾഡ് ബിൽഡിങ്ങിൽ കിങ്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങി. പാർട്ണർഷിപ്പിൽ ഞങ്ങൾ 3 ആൾ കൂടിയിട്ട്, ലോഹി, വിജയൻ, ഞാൻ. അങ്ങനെ അതൊരു കുഴപ്പമില്ലാണ്ട് ചെറിയൊരു വരുമാനം അവിടെ നിന്നും കിട്ടി. നമുക്ക് ഇതിന്റെ ലോൺ അടഞ്ഞു പോകും. ലോൺ അവർ തന്നെ തന്നിരിക്കുന്നു. ആര്? കൊടാക്കുകാർ തന്നെയാണ് ലോൺ തന്നെ. അത് അടഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്ത് ഒരു സ്റ്റുഡിയോ കൂടി തുടങ്ങി, അപ്പുറത്തെ ബിൽഡിങ്ങിൽ. ഇപ്പൊ നമ്മുടെ ജോയാൽക്കാസ് നിൽക്കുന്ന ആ ബിൽഡിങ്, അവിടെ വേറൊരു കട ഒഴിയപ്പോൾ അങ്ങോട്ട് മാറി. അപ്പൊ ഇവിടെ റെന്റ് കൂട്ടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ബിൽഡിംഗ് പൊളിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യം അതല്ല. ബിൽഡിംഗ് പൊളിച്ചപ്പോൾ പിന്നെ ഒരെണ്ണം തന്നെ മാത്രമായി. പിന്നെ സ്റ്റുഡിയോ ബിസിനസ് അറിയാലോ, ഒക്കെ ഡിജിറ്റലായി വന്നതോടുകൂടി ഇതിന്റെ ബിസിനസ്, ഫിലിം വാഷ് ചെയ്യാ എന്നുള്ള ആ ഒരു ഇതൊക്കെ മാറി ഡിജിറ്റലിലേക്ക് വന്നതിന് ശേഷം ആ കുറഞ്ഞതോടുകൂടി 2005-ലോ 2006-ലോ നമ്മളത് ക്ലോസ് ചെയ്തു. കൂടുതൽ ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഒരു
കുറച്ചും കൂടി അറ്റത്ത് വരണം. നമ്മുടെ റൂബി കാർഗോ ഇല്ലേ, റൂബി കാർഗോ റൂബി, കഴിഞ്ഞിട്ടുള്ള ആ. ആ ബിൽഡിങ്ങിലായിരുന്നു. അത് ലാസ്റ്റ് ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ ആ ഫീൽഡിൽ നിന്ന് അങ്ങോട്ട് മാറി ഓക്കെ. അപ്പൊ അതുവരെയുള്ള ഒരു ഇതിൽ ആ ഒരു ഇതിലേക്ക് വരും. വരികയും നന്നായി തന്നെ ചെയ്തു. അപ്പോൾ 2004 ഞങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിൽ ഒന്ന് കാല് വെച്ചു. ഉം. റിയൽ എസ്റ്റേറ്റിൽ 2004 നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ കുറച്ച് ക്യാഷ് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മളൊരു വില്ലാസ് സ്പ്രിങ് റിയൽ എസ്റ്റേറ്റിന്റെ സ്റ്റാർട്ടിങ് 2004 2005 ഇവിടെ റിയൽ എസ്റ്റേറ്റ് MRന്റെ ഇത് തുടങ്ങുന്നത്. MR തുടങ്ങിയത് സ്പ്രിങ്സ് വില്ല, സ്പ്രിങ്സ് മിഡോസ്, ദുബായ് ജുമാര ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എമിറേറ്റ്സ് ഹിൽസിന് ആ ഏരിയയിൽ. അങ്ങനെ നമ്മളൊരു അന്ന് വില്ലയുടെ വില 4,50,000 ദിറംസ് ഉള്ളൂ. 2 ബെഡ്റൂം 3 ബെഡ്റൂം 5, അങ്ങനെ 6 ലക്ഷത്തിന് ഇത് കിട്ടും. 1 മില്യന് മിഡോസിന്റെ അല്ലല്ല, ഇതൊക്കെ ടൗൺ ഹൗസ്. മിഡോസിന്റെ സിംഗിൾ റോ സിംഗിൾ വില്ല അന്ന് 1,200,000 ഉള്ളൂ. അങ്ങനെ നമ്മളത് 2-3 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് സിജു മാത്യു എന്ന് പറഞ്ഞൊരു സിജു ഉണ്ട്. സിജു ആയിട്ടുള്ള അതിൽ മേടിക്കലും ഇതായി നമ്മൾ 4 ലക്ഷത്തിന് 5 ലക്ഷത്തിനൊക്കെ മേടിച്ച് 1.8 മില്യൺ 2 മില്യൺ ഒക്കെ വിറ്റു. അങ്ങനെ അത് വേറെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് 2008 റെസിഷൻ വന്നപ്പോൾ ഈ വിലയൊക്കെ ഡൗൺ ആയി. നമ്മൾ വാങ്ങിച്ച അതൊക്കെ വിറ്റതുകൊണ്ട് കുറെ അപ്പാർട്ട്മെന്റുകൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1,500 രൂപയ്ക്ക് നമ്മളോട് ചോദിച്ചു സ്കൈക്കോട്ടിൽ. എന്നാൽ നമുക്കൊരു 6,000-7,000 സ്ക്വയർ ഫീറ്റ് സ്കൈക്കോട്ടിൽ മാത്രമുണ്ട്. പിന്നെ ഒരെണ്ണം ഡിസ്കവറി ഗാർഡൻ, 2 നമ്മുടെ ഇന്റർനാഷണൽ സിറ്റി. ഈ 2008 റെസിഷനിൽ ശരിക്കും വിട്ടു. കാരണം നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഓൺലൈൻ ഉണ്ട്. ഈ 1,500 സാധനം തിരിച്ച് ഒറിജിനൽ പ്രൈസിലേക്ക് വന്നു, 500 രൂപ 600 വന്നു. അത് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ചെക്ക് ഇത് ചെയ്ത് നിങ്ങൾ തിരിച്ചെടുത്തോളാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ചെക്ക് നമ്മൾ ഓൺലൈൻ ഉണ്ട്. അങ്ങനെ നമ്മളൊരു കണക്കിന് എല്ലാ ചെക്കും വില കുറച്ച് 1,500 ചോദിച്ചത് 900-നും 700-നും 600-നും കൊടുത്ത് ബാധ്യതകൾ അവസാനിച്ചു. അങ്ങനെ ഒരു ബാധ്യത അവസാനിക്കാനായിട്ട് 1 മില്യൺ ദിറംസ് കയ്യിൽ വെച്ച് ഞാൻ ഡിസ്കവറി ഗാർഡൻ ക്ലോസ് ചെയ്യാൻ പോകുമായിരുന്നു EMI. അപ്പോഴാണ് നമ്മുടെ മായൻകുട്ടിയാജിനെ കാണുന്നത്. മായൻകുട്ടിയാജി ഇങ്ങനെ മലബാർ ഗോൾഡിൽ ഇങ്ങനെ ഒരു മലബാർ ഗോൾഡിനെ അറിയാമെങ്കിൽ അന്ന് അറിയാമല്ലോ, മലബാർ ഗോൾഡിലൊന്നും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആരും പറയില്ലല്ലോ അങ്ങനെ. മായൻകുട്ടിയാജി പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇന്നാളെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അന്ന് നമ്മൾ അവിടെ പോയി അതിൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് ഷെയർ എടുത്തു. പിന്നെ കുറച്ച് ഗോൾഡായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ EMI കൊണ്ട് എനിക്ക് 2 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ പറ്റി. 2 ഒരു ഇന്റർനാഷണൽ സിറ്റിയുടെയും ഒരു ഡിസ്കവറി ഗാർഡന്റെയും ഇൻസ്റ്റാൾമെന്റ് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അതാണ് ശരിക്കും പറഞ്ഞ ജീവിതത്തെ മാറ്റിമറിച്ച്. മലബാർ ഗോൾഡിൽ വന്നത് തന്നെയാണ് നമ്മൾ പറയില്ല, ഒരു അന്ന് വരെ നമുക്ക് എല്ലാ സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും മലബാർ ഗോൾഡിൻ്റെ ഇതിലെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അങ്ങനെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റൈറ്റ് ഇഷ്യൂ വന്നു. അങ്ങനെ അതിൻ്റെ ഡിവിഡൻറ്റുകൾ കൂടി. പിന്നെ ഒരു റൈറ്റ് ഇഷ്യൂ കൂടി വന്നു. അങ്ങനെ ഷെയർ വാല്യൂ കൂടി. പിന്നെ ബോണസ് ഷെയർ എല്ലാ കൊല്ലം നമുക്ക് ബോണസായിട്ടും ഷെയർ ആയിട്ടൊക്കെ വന്ന് അതിൻ്റെ ഒരു ഇൻകം വന്നു. അപ്പോൾ പ്രാരാബ്ദങ്ങളൊക്കെ കവർ ചെയ്തു. പോയ 4 അന്ന് നമ്മൾ വിറ്റിരുന്നെങ്കിൽ ഒരു 5-6 മില്യൺ സേവ് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ ആ ബാധ്യതകളൊക്കെ ഇതിൽ നിന്ന് മാറി നമുക്കൊരു സേഫായി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് തന്നെ അല്ലേ? കാരണം നമ്മൾ ഒരുപാട് നഷ്ടത്തിൽ പോകാമായിരുന്ന ഒരു ഇതിൽ നിന്ന് നമ്മളെ കര കയറി നമ്മളിതിൽ പോയതൊക്കെ പോയി. അതെ, അന്ന് നമ്മളെന്ന് പറയുന്നത് വെച്ചാൽ ഈ കിട്ടിയ ഇൻവെസ്റ്റ്മെന്റിൻ്റെ അന്ന് കിട്ടുമായിരുന്ന ആ ഇത് ഇപ്പം നമുക്കത് റിക്കവർ ചെയ്തു. 5 മില്യൺ ദിറംസ് അന്ന് കിട്ടുമായിരുന്നു. അത് 500 രൂപയ്ക്ക് ഞങ്ങൾ മേടിച്ചത്. 500-600 രൂപയ്ക്കാണ് നമ്മൾ സ്കൈക്കോട്ടിൽ 1000 സ്ക്വയർ ഫീറ്റ് മേടിക്കുന്നത്. 1000 രൂപ വെച്ച് ആകുമ്പോൾ 6 മില്യൺ ആയില്ലേ. അന്ന് നമ്മൾ വിറ്റിരുന്നേ കിട്ടിയാണ്, നമുക്ക് വേറെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യണ്ട. പക്ഷെ അത്രയും വില കയറിയിട്ട് നമുക്കത് വിറ്റില്ല. കാരണം അന്നും 2000 ആവുന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതിനിടയ്ക്കാണ് ലേമൻ ബാങ്കിൻ്റെ ഈ പൊട്ടൽ വന്ന് ദുബായിൽ റിസഷൻ വന്നു. അന്ന് റിയൽ എസ്റ്റേറ്റിനെ മാത്രമാണ് ബാധിച്ചിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റോ അങ്ങനെയുള്ള ഒന്നിലും എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ താന്നു. അന്ന് റെന്റ് ഞാൻ 1 ലക്ഷത്തിന് റെന്റിന് കൊടുത്ത ഡിസ്കവറി ഗാർഡൻ ഞങ്ങൾ കൊടുത്തത് അത് 40,000 വന്നു. എടുക്കാൻ ആളില്ല. ഡിമാൻഡ് കുറഞ്ഞു പറയില്ലേ. 1,10,10,000 ഞാൻ ഫസ്റ്റ് ഡിസ്കവറി ഗാർഡൻ റെന്റിന് കൊടുത്തത്. 1 ബെഡ്റൂം ഫ്ലാറ്റ്. അന്ന് അത്രയും റെന്റ് ഉണ്ടായിരുന്നു. 2008
ആ സാധനം നമ്മൾ കൊടുത്തത് 30,000 40,000 ആയിട്ടും അവിടേക്ക് ഡൗൺ ആയി. എല്ലാവരും ആരുമില്ല. ആദ്യം ഡിമാൻഡ് ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ വരണ്ടേ. അത് കഴിഞ്ഞ് ഇപ്പൊ പക്ഷേ അത് 30 ആ അത് സമയത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഈ 40,000 നിന്ന് 70,000 വരെ വന്നു. ഉം. ഡിസ്കവറി ഗാർഡൻ ഉണ്ട്. സ്കൈക്കോട്ട് പിന്നെ 40,000 രണ്ടാമത് 75,000. ഉം. ഇപ്പൊ റീസെന്റ് കുറഞ്ഞു വന്നതായിരുന്നു. ഉം. ഇപ്പൊ കയറി രണ്ടാമത് 85,000 വന്നു ഉം. സ്കൈക്കോട്ട്. അതായത് നമ്മൾ യു എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതായത് പോസിറ്റീവായി ചിന്തിക്കേണ്ട ഏതൊരു സാഹചര്യം ഡൗണിൽ പോയാൽ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. തിരിച്ചു വരും. അത് ആ അതാണ് ഒരു സത്യമുണ്ട്. സത്യമാണ്. അത് അപ്പോൾ ആ പലപ്പോഴും വില ഇപ്പൊ എല്ലാത്തിന്റെയും വില ഇപ്പൊ ഞാൻ 5 ലക്ഷത്തിന് കൊടുക്കാൻ പോയ സാധനമാണ് ഈ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഇൻ സ്കൈക്കോട്ട്. ഉം. 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ 5,40,000 50,000 അത് കൊടുത്തൊരാൾക്ക്. ഉം. അപ്പോൾ ഇത് പറഞ്ഞു ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ, ആ കാശ് കിട്ടിയ വല്ലവരും ഉം. അപ്പോൾ കൊടുക്കണ്ടെന്ന് വെച്ച് ആ ജസ്റ്റ് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുത്തു. ഇന്നിപ്പോൾ 1 മില്യനായി 2 കൊല്ലം കൊണ്ട്. ഉം. ഇപ്പോൾ എല്ലായിടത്തും കയറിയ മലിക്ക് ആ കയറ്റം എല്ലായിടത്തും കയറിയിട്ടുണ്ട്. ഉം. പിന്നെ എന്താ പറയുക, ഇന്റർനാഷണൽ സിറ്റി 1 ബെഡ്റൂം 2,50,000 വരെ താഴ്ന്നു. ഉം. അപ്പോൾ അത് വീണ്ടും 5 ലക്ഷമായി. ഡിസ്കവറി ഗാർഡൻ 4 ലക്ഷം 5 ലക്ഷമായിട്ട് വന്നു. 1 മില്യന് വാങ്ങിച്ചതാണ്. ഉം. അത് 4.5-5 ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റിലായിരുന്നു. ഉം. അപ്പോൾ അത് രണ്ടാമത് അത് കയറി. അവിടുത്തെ റെന്റ് ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ അതൊക്കെ ഒരു ദുബായിലെ ഒരു ദുബായ് ചതിക്കില്ല എന്ന് പറഞ്ഞ മാതിരി, ഉം. പോയാലും നാളെ പോയാലും തിരിച്ച് കയറും എന്നുള്ള ഒരു നമ്മൾ പേഷ്യന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ സമയത്ത് അതിലോട്ട് അങ്ങ് ചെയ്യാം ചെയ്തു. ഇല്ലേ? അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ് നമ്മളൊരു ഇത് ചെയ്തത്. അതുപോലെ തന്നെ മലബാർ ഗോൾഡ്. മലബാർ ഗോൾഡ് ആ സമയത്ത് ഈ പറയും പോലെ ഇങ്ങനൊരു ഷെയർ എടുക്കാൻ വേണ്ടി ഒരു ഇത് പറഞ്ഞപ്പോൾ പലരും അറച്ചു നിന്നു. ആർക്കും താല്പര്യമില്ല. എൻ്റെ അടുത്ത് ഷംനാലി ഒരു ദിവസം പറഞ്ഞു, ഞാൻ പലരുടെ വീടുകളിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ട്, അന്ന് ആരും ഇത് വരാൻ തയ്യാറില്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ പോയത്. ഈ ആ പോയവരെല്ലാം രക്ഷപ്പെട്ടു. അല്ലല്ല, പോയവരുടെ ഇതല്ല ഞാൻ പറയണത്. ഈ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ഷംനാനോട് പറഞ്ഞിട്ട് കുറച്ച് ഷെയർ തരുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഷംനാനോട് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒരു എങ്ങനെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് ഷംനാനോട് പറഞ്ഞു, ഇവരുടെ ഒക്കെ വീടുകളിൽ ഞാൻ പോയതാണ് ഷെയർ ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഇത് വന്ന സമയത്ത്. അപ്പോൾ ആരും അതിന് തയ്യാറുണ്ടായിരുന്നില്ല. ഇതിൽ ധൈര്യം കാണിച്ചു. നമ്മൾ അന്നൊരു പറയില്ലേ, നമ്മൾ അത് എൻ്റെ ഒരു എല്ലാവരും ഇപ്പം നമ്മൾ അഭിമാനിക്കാം മലബാറിൽ പോയത്. ഇപ്പോൾ അവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 69 ഷോറൂമായിരുന്നു. 70ാമത്തെ ഷോറൂമാണ് 2009-ലാണ് ഞാൻ അവിടെ ഇതാണ് ഫസ്റ്റ്. അന്ന് 69 ഷോപ്പാണ് ആകെ ഉള്ളൂ വേൾഡിൽ. ഇന്ന് 2016 കൊല്ലം കൊണ്ട് 450 ഷോപ്പിൽ മേലി. ഈ കൊല്ലം നമ്മൾ ഈ 26 അവസാനിക്കുന്നതോടുകൂടി അത് 500 ആവാനുള്ള ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാ കൺട്രീസിലും 14 കൺട്രീസിൽ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, US, കാനഡ, UK അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, അത് മലേഷ്യ, സിംഗപ്പൂർ. അപ്പോൾ അത് നമുക്ക് അഭിമാനിക്കാമല്ലോ. നമ്മളുടെയൊക്കെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അന്ന് ചെയ്തത് ഇന്ന് പലരുടെ മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കാം.